ആ തലായി വഴി പോകുമ്പോൾ അറിയാതെ രാഘവൻ മാഷയുടെ പാട്ടുകൾ മൂളിപ്പോകുന്നു. മധുര17കാരിയും കായലരികത്തും ഒക്കെയും എല്ലാവരും ചൊല്ലണം ഒക്കെയും മൂളിപ്പോകുന്നു. അങ്ങനെ സംഗീതാത്മകമായ ഒരു യാത്രയായിരുന്നു എന്നും ബ്രണ്ണനിലേക്കുള്ള യാത്ര. സംഗീതവും കവിതയും സൗന്ദര്യശാസ്ത്രവും അതുപോലെ വ്യാകരണവും ഒക്കെയും ഒരുപോലെ അനുഭവിച്ച് ബ്രണ്ണൻ എന്നിൽ നിറഞ്ഞു. എൻ്റെ ശൈലിയെ മാറ്റിയെടുത്തു. ബ്രണ്ണനിലെ അധ്യാപക സമൂഹം എനിക്ക് ഞാനറിയാത്ത ചില അനുഭവ സാരങ്ങൾ തന്നു, ചില വ്യാകരണങ്ങൾ തന്നു, ചില നിയമങ്ങൾ തന്നു. ആ നിയമങ്ങളൊക്കെയും ആ വ്യാകരണങ്ങളൊക്കെയും വ്യാകരണത്തെ തെറ്റിക്കുക, നിയമത്തെ തെറ്റിക്കുക, ധിക്കാരിയാവുക എന്നൊക്കെയായിരുന്നു. പ്രധാനമായും വിജയൻ മാഷ് അദ്ദേഹം ഒരിക്കലും ഒരു ബോധനശാസ്ത്രത്തിൻ്റെ വിധാതാവായിരുന്നില്ല. മറിച്ച് അദ്ദേഹം അറിയാതെ ഞങ്ങളറിയാതെ ഞങ്ങളിലേക്ക് ചില പ്രബോധനങ്ങൾ തന്നു. ആ പ്രബോധനങ്ങളാണ് ഒരുപക്ഷെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ ചൈതന്യം. അങ്ങനെയൊരു അധ്യാപകനെ എനിക്ക് തന്ന ആ ബ്രണ്ണൻ എന്നുള്ള കലാലയത്തോട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. ബ്രണ്ണനിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് സംഘടനയുടെ സംഘാടകരോട് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീ ഷാഹുൽ ഹമീദ്, പ്രസിഡന്റ് അക്കാഫ്. ബ്രണ്ണൻ കോളേജ് അധ്യക്ഷൻ ഡോക്ടർ സഹീർ ഹസൻ, പ്രശസ്ത നടൻ സംവിധായകൻ ശ്രീനിവാസൻ, ഹോണറബിൾ കോൺസൽ ഫ്രാൻസിസ് സേവിയർ കാക്ക, കഥാകൃത്ത് സുധീഷ്, വേദിയിൽ സന്നിധിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിധിയായിരിക്കുന്ന അക്കാഫിൻ്റെയും മറ്റ് ബ്രണ്ണൻ കോളേജ് കുടുംബാംഗങ്ങളെ, ആദ്യമായി ഞാൻ എഡ്വേർഡ് ബർമന് എൻ്റെ സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് നമുക്കിവിടെ കൂടാൻ ഒരവസരം കിട്ടിയത് തന്നെ ആകസ്മികമായിട്ട് ആ തലശ്ശേരിയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ നൽകിക്കൊണ്ട് അദ്ദേഹം 1862 ഒരു സ്കൂൾ തലശ്ശേരിയിൽ ആദരിച്ചത് ഇന്ന് ബ്രണ്ണൻ കോളേജ് എന്നൊരു മഹാവിദ്യാലയമായി മാറിയിരിക്കുകയാണ്. അവിടെ പഠിച്ച പ്രശസ്തരായ പല ആൾക്കാരുമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ സൗരാധ്യക്ഷൻ ബഹുമാന്യായ വി മുരളീധരൻ, കഥാകൃത്ത് സുധീഷ്, അതുപോലെ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും അക്കാഫിൻ്റെ പ്രവർത്തനങ്ങളിൽ തലശ്ശേരിയിലെ ഈ ബ്രണ്ണൻ കോളേജ് വളരെ, പ്രത്യേകിച്ച് തലശ്ശേരി എന്ന് പറയുന്നതിന് ക്രിക്കറ്റിൻ്റെ ഒരു പ്രശസ്തി ഒരു ഈറ്റില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അക്കാഫിൽ തന്നെ ഉള്ള ഇതുവരെയുള്ള പല ടൂർണമെൻറ്റുകളിലും ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയിട്ടുള്ളത് തലശ്ശേരി ബ്രണ്ണൻ കോളേജാണ്. അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിലും മറ്റും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള പ്രശസ്തരായ പല കളിക്കാരും, ആസാദെ, ഉസ്മാൻ, അഫ്സൽ, അങ്ങനെ പല കളിക്കാരും, അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷനും ഡോക്ടർ സഗീർ ഹസനും നൗഷാദ് കല്ലായും എല്ലാം ഇവിടെ വിവിധ ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്രശസ്തരായ ക്രിക്കറ്റ് കളിക്കാരാണ്. ബ്രണ്ണൻ കോളേജിൻ്റെ അക്കാഫിൻ്റെ ഓണാഘോഷ പരിപാടികളിലും എല്ലാ പരിപാടികളിലും അവരുടെ പങ്കെടുത്തുകൊണ്ട് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വദേശിയായ രാഘവൻ മാസ്റ്ററുടെ ഗാനം കേൾക്കുവാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കലാപരിപാടികൾ കാണാതിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ സംസാരിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയായ ഈ ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടും, അതുപോലെ തന്നെ ഈ 10ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒരു സ്മരണിക പുറത്തിറക്കുന്നുണ്ടെന്നറിഞ്ഞു. തീർച്ചയായിട്ടും അതിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ ശില്പികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടന ആഘോഷവേളയിലും അക്കാഫിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് അന്നത്തെ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് അവരുടെ 10ാം വാർഷികത്തിലെ ഈ
അക്കാഫ് എന്ന സംഘടനയുടെ അധ്യക്ഷനായിട്ട് എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ ഈ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വരുകാല പരിപാടികളിലും വേണ്ട ആ ഊർജം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി നടക്കാൻ പോകുന്ന ഈ കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രസിഡന്റ് വെയ്ക്ക് ശ്രീ അബ്ദുൽ ഖാദർ. ബഹുമാനപ്പെട്ട ബ്രണ്ണൻ കോളേജ് അലുമിനി പ്രസിഡന്റ് മിസ്റ്റർ സഹീർ ഹസൻ, മറ്റു ഭാരവാഹികളെ, വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, ഹോണറബിൾ കോൺസൽ മിസ്റ്റർ ഫ്രാൻസിസ്, ബ്രണ്ണൻ കോളേജിൻ്റെ മറ്റു അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം ആശംസ നേരുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ നിങ്ങളുടെ കൂടെ പങ്കിടുകയാണ്. വടക്കേ മലബാറിലെ ആദ്യത്തെ അലുമിനി രൂപം കൊണ്ടത്, കോളേജ് അലുമിനി രൂപം കൊണ്ടത് കണ്ണൂർ SM കോളേജിൻ്റേതാണ്. ബ്രണ്ണൻ കോളേജാണ് ഏറ്റവും പഴക്കമുള്ള കോളേജ് മലബാറിൽ പറയുകയാണെങ്കിൽ. പക്ഷേ അതിൻ്റെ അലുമിനി രൂപീകരിക്കാൻ വളരെ താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നാം ഇവിടെ 10ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഞാൻ SN കോളേജിൻ്റെ അലുമിനി പ്രസിഡൻ്റായിട്ട് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നത്തെ ഭാരവാഹികളും ഇന്ന് ഇല്ലാത്ത ആൾക്കാരുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിട്ട് SN കോളേജ് അലുമിനിയുടെ വലിയൊരു ഫംഗ്ഷൻ റമദ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നടത്തപ്പെടുകയും അവിടെ അവരൊക്കെ ക്ഷണിതാക്കളായി വന്ന് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് പരിപാടി കഴിഞ്ഞതിന് ശേഷം സുഹൃത്തുക്കൾ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ബ്രണ്ണൻ കോളേജിൻ്റെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, എന്തുകൊണ്ട് ബ്രണ്ണൻ കോളേജിന് ഒരു അലുമിനി രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന്. ചെറിയ രീതിയിലെങ്കിലും ഈ അലുമിനി രൂപീകരിക്കുന്നതിൽ ഒരു പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്, ചരിതാർത്ഥ്യമുണ്ട്. വെറുതെ ഒരു അലുമിനി രൂപീകരിക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞ കാലത്തിൽ ബ്രണ്ണൻ കോളേജ് അലുമിനി ബ്രത്ത് എന്ന് പറയുന്ന ഈ സംഘടന കോളേജിന് വേണ്ടിയും വലിയ വലിയ സംഭാവനകൾ ചെയ്തുവെന്ന് അറിയാൻ കൂടി സാധിച്ചപ്പോഴാണ് അതിൽ കൂടുതൽ സന്തോഷം തോന്നുന്നത്. അതാണ് വേണ്ടത്. നമ്മളൊരു അലുമിനി രൂപീകരിച്ചിട്ട് ഇവിടെ ഒരു ആനുവൽ ഫംഗ്ഷൻ മാത്രം നടത്തിയിട്ട് കാര്യമില്ല. വി നീഡ് ടു ഗിവ് സംതിങ് ബാക്ക് ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാനും SM കോളേജ് അലുമിനിയുടെ പ്രസിഡൻ്റായിട്ട് അവിടെ ഒരു കെട്ടിടം പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലേഡീസ് വെയിറ്റിംഗ് ഹാള്. അതുപോലെ സർ സെയ്ദ് കോളേജ് അലുമിനിയം രൂപീകരിക്കുന്നതിൽ അവരുടെ ഒരു ഫസ്റ്റ് ഒരു മീറ്റിംഗ് പോലും നടത്തിയിട്ട് സ്വാഗതം ആശംസിച്ച ഒരു വ്യക്തി എന്ന നിലയിലും ആ ഒരു അലുമിനിയം ഇന്ന് വളരെയധികം പ്രശസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ബ്രത്ത് സഹീർ ഹസനും മറ്റു ഭാര്യകളായും നിരന്തരം ബന്ധമുള്ളതുകൊണ്ട് ബ്രത്ത് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് പോലെ അറിയാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ ഒരു വാക്കുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പാർട്ടിയുടെ, ബഹുമാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇവിടെ വന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ ഗൾഫ് മേഖലയിൽ ആദ്യത്തെ സന്ദർശനമാണ് ഇത് എന്ന്. ഞങ്ങൾ ഇവിടെയുള്ള, ഞാൻ കണ്ണൂർ ജില്ലക്കാരൊരു കൂട്ടായ്മയായ വെയ്ക്കിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ, ഈ അലുമിനിയിലുള്ള ആൾക്കാരും വെയ്ക്കിൻ്റെ മെമ്പേഴ്സായിട്ടുണ്ട്. നമ്മൾ കഴിയുന്നതും കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരെ, സന്ദർശിക്കാത്ത നേതാക്കന്മാരെ നിർബന്ധമായും ഇവിടെ സന്ദർശിക്കാൻ കൊണ്ടുവരണമെന്ന് ഞാൻ ഒരു അപേക്ഷിക്കുകയാണ്. എന്നാൽ മാത്രമേ മറ്റു വരാതെ ആൾക്കാർക്ക് ഇവിടെ നടക്കുന്ന വികസനങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും, ഇപ്പോൾ മാലിന്യത്തിൻ്റെ വലിയൊരു പ്രശ്നം തലശ്ശേരി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും അവർക്ക് മറ്റു സ്ഥലത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഏതായാലും മിസ്റ്റർ മുരളിയുടെ ഈ സന്ദർശനം അതിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. ഇത്തരത്തിലുള്ളൊരു ഈ പരിപാടിയിൽ ക്ഷണിക്കുകയും ഈ സംസാരിക്കാനുള്ളൊരു സന്ദർഭം തന്നതിന് ബ്രണ്ണൻ കോളേജ് അലുമിനിയുടെ ഭാരവാഹികളെയും അതിൻ്റെ പ്രസിഡൻറ്റിനെയും മറ്റു ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീ ഷിനോയ് സോമൻ, ജനറൽ സെക്രട്ടറി അക്കാഫ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ബ്രണ്ണൻ കോളേജ് കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സായാഹ്നം നേർന്നുകൊള്ളുന്നു. 10ാം വർഷം ആഘോഷിക്കുന്ന ബ്രത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ അവർ വീണ്ടും ശക്തരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്രത്ത്
പ്രസിഡന്റ് ശ്രീ സാഹിർ ഹസൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ബ്രത്തി 10ാം വർഷ ആഘോഷത്തിൻ്റെ ഭാഗമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന സോവനീറിനെ കുറിച്ച്. ഈ സോവനീർ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് പ്രൊഫസർ റിച്ചാർഡ് ഹേ. പ്രിയ സുഹൃത്തുക്കളെ, 10 വർഷം മുമ്പ് ബ്രത്ത് ഗവൺ ബ്രണ്ണൻ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ദുബായിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ ഒരു ധന്യ നിമിഷങ്ങളിൽ അതിൻ്റെ ഭാഗമാകുവാനും അതേപോലെ ബ്രത്തിൻ്റെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന 10ാം വാർഷിക ആഘോഷങ്ങളിൽ ഇവിടെ ഈ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതിൽ അധികമായിട്ട് സന്തോഷിക്കുന്നു. ബ്രത്തിൻ്റെ 10ാം വാർഷികം എങ്ങനെയൊക്കെ കൊണ്ടാടണമെന്ന് വളരെ കാര്യമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രത്തിലെ എല്ലാ മെമ്പേഴ്സും പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ നടത്തപ്പെടുന്ന നല്ലൊരു സാംസ്കാരിക പരിപാടി നടത്തുക. രണ്ടാമത്തത്, കാലങ്ങൾ പിന്നിടുന്നോറും താൻ പഠിച്ച കലാലയത്തിനോടുള്ള നിസ്സീമമായ സ്നേഹവും ആദരവും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ലൊരു സോവനീർ പ്രസിദ്ധീകരിക്കണമെന്നാണ്. അപ്പോൾ അത് സഭകളിരിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായി നമ്മുടെ ബ്രത്തിൻ്റെ നേതൃത്വം നിലയിലുള്ള എല്ലാവരും തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് അവിടെ നിന്ന് പിന്നെ കേരളത്തിലെ സാഹിത്യ ലോകത്തിലുള്ള മഹാരഥന്മാരെയും ഭരണകർത്താക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും ചരിത്രകാരന്മാരെയും ഒക്കെയും അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഒക്കെ കണ്ട് എല്ലാവരെയും കണ്ട് അവരോടൊന്ന് ധാരാളം നല്ല ക്വാളിറ്റിയുള്ള രചനകൾ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മുടെ കലാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ശ്വാസവും ജീവനവുമായ ഈ നല്ലൊരു സൃഷ്ടി ഇന്നിവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ പോകുകയാണ്. വായന ഒരു സംസ്കാരമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന അക്ഷര സംസ്കാരത്തെ കൈപിടിച്ച് ഒതുക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങൾ വിജയം കണ്ട സമ്പന്നമാക്കിയ ബ്രത്ത് സോവനീർ തലശ്ശേരി ഗവൺ ബ്രണ്ണൻ കോളേജിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു. നമ്മുടെ ബ്രത്തിൻ്റെ സൃഷ്ടി അടുത്ത തലമുറക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്രത്ത് സോവനീർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ബ്രത്തിൻ്റെ പ്രസിഡന്റ് സാഹിർ ഹസൻ, അതേപോലെ ട്രഷറർ സെക്രട്ടറി നൗഷാർ, സെക്രട്ടറി ഡോക്ടർ റഫീഖ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും ആ കോളേജിനോടുള്ള നന്ദിയും, പേയിങ് ട്രിബ്യൂട്ട് ടു ദ കോളേജ്, നന്ദിയും സ്നേഹവും ബഹുമാനവും കാണിച്ചു കൊടുക്കാനുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത ഈ നല്ല മാർഗത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകുകയില്ല. അതേപോലെ തന്നെ ധാരാളം സ്പോൺസേഴ്സ് ഈ നല്ലൊരു സോവനീർ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവരോട് നന്ദി പറയുന്നു. ഈ മഹൽ കർമ്മത്തെ നിങ്ങളെല്ലാവരും സഹായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബ്രത്തിൻ്റെ ഈ സോവനീർ ഒരു ചരിത്ര പഠനം പോലെയാണ് ഇവരെല്ലാവരും കൂടി തയ്യാറാക്കിയിരിക്കുന്നത്. ഏറെ റിസർച്ചുകൾ നടത്തിയിട്ടാണ് ഈ സോവനീർ തുന്നിച്ചേർത്തിരിക്കുന്നത്. ബ്രത്തിൻ്റെ ചരിത്രം, ഇപ്പോഴുള്ള കേരളത്തിലെ വർത്തമാനം എല്ലാമുണ്ട് ഈ സോവനീറിൽ. ഈ സോവനീർ അച്ചടിച്ച് തയ്യാറാക്കുന്നതിനായി ബ്രത്തിലെ കൂട്ടുകാർ ഏറെ പേരുണ്ടായിരുന്നു. അവരെ ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അഫ്സൽ, റിയാസ്, ഷാജി, റഷീദ്, ശത്രുഘ്നൻ, പുഷ്പജൻ, സഹീർ, ഷറാഫ്, സജിത്ത്, ആസാദ്, അമർ, ഉസ്മാൻ കുട്ടി. സോവനീർ പ്രകാശനം. ബ്രത്തിൻ്റെ ഈ 10ാം വർഷ ആഘോഷത്തിൻ്റെ മുഖ്യ സംഘാടകൻ ശ്രീ CP ആസാദ് സോവനീർ ശ്രീ VR സുതീഷിന് നൽകി. ശ്രീ VR സുതീഷിൽ നിന്നും ശ്രീ മുരളീധരൻ സ്വീകരിച്ചുകൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു.
ഞങ്ങളെ ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ ഞങ്ങളുടെ കൂടെ സഹായങ്ങൾ ചെയ്തു തന്ന അല്ലെങ്കിൽ ബ്രത്തിൻ്റെ ഭാരവാഹി അല്ലാതിരുന്നിട്ടും ബ്രണ്ണൻ കോളേജിൻ്റെ എല്ലാ പരിപാടിയിലും ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തു തന്ന ഒരു വ്യക്തി ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരിക്കാം എന്നൊക്കെ ഞങ്ങൾ തോന്നിപ്പോകുന്ന അത്രയധികം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തന്ന ഞങ്ങളോടൊപ്പമുള്ള രാധാകൃഷ്ണനെ ഞാനിപ്പോൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരുടെ സപ്പോർട്ടിന് മൊമെൻ്റോ കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രീ ആസാദ് കെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I request Mr. Surajan to please come over to the stage and hand over the memento to our chief guest of today, Sri Srinivasan. Now I request Mr. A.D. Abuti, our senior most member, to please come over to the stage and hand over memento to Sri Muralidharan, guest of honor today. Thank you. Thank you. Yeah. Now I request Mr. Nizamuddin NP, please come over to the stage and hand over the memento to Sudesh. Thank you, Nizam. Thank you. Vote of thanks, Treasurer Breath, Dr. Rafiq. Distinguished dignitaries, invited guests, alumni, friends and families. I feel honored and privileged to get an opportunity to propose vote of thanks on 10th anniversary celebration of and 7 years releasing ceremony of Breath. We are extremely grateful to have today with us most inspiring sign artist in South Indian film industry, Mr. Srinivasan, to grace this occasion. I should mention the name of Mr. C.P. Azad, the man behind to bring the great personality for this evening. I, on behalf of Breath, entire fraternity of Brennan alumni, and on my own behalf, convey deep regards and hearty thanks to our chief guest of the day, Mr. Srinivasan, for gracing the ceremony and sharing his vision with us. Thank you, sir. We would like to express our deep felt thanks to our council and guest of honor Francis Xavier for his gracious presence on this stage. Thank you, sir. We are delighted to have amongst us one of our fellow alumni, great politician of Kerala, Mr. V. Muralidharan, himself a distinguished leader of Kerala. His presence has been a source of guidance and inspiration for us. My deep regards and thanks to you, sir. We have with us Mr. V.R. Sudesh, also a product of Brennan College, who is known for his passion in literary contribution. We are greatly encouraged by his gracious presence and immensely benefited by his inspiring speech. We extend sincere gratitude for being with us, sir. I also wish to express my sincere thanks to WAIC President Mr. Abdul Kader, ACAF President Shahul Hamid, and Secretary of ACAF, and other members and families of ACAF. It is my pleasure to deliver the vote of thanks to all our sponsors and well-wishers. Their name has been well listed on the screen, who have helped us to bring out the souvenir and to make the event such a success. I wish to express our profuse thanks to Chemistry Advertising for their dedication in souvenir designing, Purple Mice for preparation of stage, light and sound, and to JSS Private School for allowing us to convene the event, and also to the print and electronic media. I convey a special regards to former President of ACAF and today's center of attraction on the stage, Mr. Radhakrishnan. Now the most important, my special and hearty thanks to all our beloved patrons and alumni members of their support, dedication, teamwork, and untiring effort, worked smilingly, shoulder to shoulder, to make this event a grand success. At the end, I once again thank the distinguished assemblage in this auditorium for their august presence amongst us on this historic occasion.
Thank you all very much. ബ്രണ്ണൻ കോളേജ് അലുമിനി തലശ്ശേരി. ബ്രെത്ത് 2002 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കൂട്ടം കൂടുന്നത്. ബ്രണ്ണൻ കലാലയത്തിലെ ഇന്നലകളെ മനസ്സിലോർത്തെടുത്ത് സൗഹൃദങ്ങൾക്ക് പുതുമോടി കൊടുത്ത് ബ്രെത്ത് ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്നു. മുന്നോട്ടു കുതിക്കുമ്പോൾ ബ്രെത്ത് തിരിഞ്ഞുനോക്കി ബ്രണ്ണനിലേക്ക് മടങ്ങുന്നു. ഇവിടെ സൗഹൃദക്കൂട്ടമൊരുക്കുമ്പോഴും ബ്രെത്ത് ബ്രണ്ണനിൽ ഇന്ന് വളരുന്ന പുതിയവർക്കായി പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നു, സ്കോളർഷിപ്പുകൾ നൽകുന്നു, പഴമക്കാർ പുത്തൻ ബസ് നൽകി യാത്രാ സൗകര്യമൊരുക്കുന്നു. ഇന്നിവിടെ ഓർമ്മച്ചെപ്പിൽ ഒരധ്യായം. എങ്ങനെ നീ മറക്കും? അറുപതുകളുടെ അറുതിയിൽ ആധുനികതയുടെ ആത്മചൈതന്യം നമ്മുടെ ചെറുകഥാ സാഹിത്യത്തിൽ പുതിയൊരു സൗന്ദര്യമായി. അന്ന് ഭാഷയുടെ സ്വരശില്പം കൊണ്ട് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെയും കലാചിന്തകളെയും നവീകരിച്ച് ചെറുകഥകളുടെ ലോകസാഹിത്യത്തിലേക്ക് ധൈര്യപൂർവം ചെന്നണഞ്ഞ മയ്യഴിയുടെ സർഗാത്മക രൂപം എം മുകുന്ദൻ ആശംസകളർപ്പിക്കുന്നു. മഞ്ജുഭാഷിണി കൃഷ്ണൻ രാഘവൻ എന്ന പത്മശ്രീ കെ രാഘവൻ മാസ്റ്റർ. നാളികേരത്തിൻ്റെ നാട്ടിലെ നാഴിയിടങ്ങഴി മണ്ണിലെ നാലുകാലോലപ്പുരയിലുള്ളവർക്ക് മണ്ണിൻ്റെ മണമുള്ള വ്യത്യസ്ത ഈണങ്ങൾ മെനഞ്ഞെടുത്ത മഹാനായ കമ്പോസർ. മലയാള ചലച്ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ തിയേറ്റർ ഒന്നടങ്കം താളമിട്ട് ഏറ്റുപാടിയിരുന്ന കാലം 954 സൃഷ്ടിച്ച ഈണങ്ങളുടെ ശില്പി. ഹാളിലെ കൂരിരുട്ടിൽ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് ചിരട്ട കൊണ്ട് മറച്ച് പാട്ടുപുസ്തകം നോക്കി ഗാനങ്ങൾ ഏറ്റുപാടിയിരുന്ന ഒരു തലമുറയുടെ സ്രഷ്ടാവ്. കൈരളിയുടെ കാവ്യഹൃദയം നൽകിയ നാടൻ മൊഴികളുടെ തേനിലേക്ക് സംഗീത കുതൂഹലങ്ങളുടെ അമൃതം നിറച്ച് എത്ര പാടിയാലും കൊതി തീരാത്ത എല്ലാവരും ചൊല്ലണ ഗാനങ്ങളാണ് മാസ്റ്റർ ഒരുക്കിയത്, ഒരുക്കുന്നത്. എല്ലാരും ചൊല്ലണേ, എല്ലാരും ചൊല്ലണേ, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ആ ഗാനങ്ങൾ മലയാള ഗാനശാഖയുടെ ഈടുവപ്പായി നിലകൊള്ളുന്നു. പ്രണയം അസ്വതന്ത്രവും ഭീതിതവുമായൊരു കാലത്ത് സ്വാഭാവികമായി പ്രണയം പറഞ്ഞ തൻ്റേടിയായ നീലക്കുയിൽ കാമുകൻ കായലിൽ വലയെറിയാതെ കായലരികത്ത് വലയെറിഞ്ഞ് വളകിലുക്കിയ സുന്ദരിയെ പുണർന്ന ഭാസ്കര വരികൾ കീണമൊരുക്കി ഉച്ചസ്ഥായിയിൽ രാഘവൻ മാസ്റ്റർ തന്നെ ആലപിച്ചത് പഠിച്ചാണ് 50കളിൽ ഏതു മലയാള കാമുകനും പ്രണയിനിയെ മാനെന്നും മയിലെന്നും വിളിക്കാതെ മാനത്തെ പച്ചക്കിളി എന്ന് പറഞ്ഞ് ഇഷ്ടങ്ങളുടെ മാനത്തെ കായലിൽ മഞ്ഞണി പൂനിലാവ് സമ്മാനിച്ചത്. കിനാവിൻ്റെ മാമ്പൂവും മോഹത്തിൻ്റെ തേമ്പഴവും തിന്ന് പാറിപ്പറന്ന നീലക്കുയിലിൻ്റെ പ്രണയദുരന്തം ആഴത്തിൽ വിങ്ങുമ്പോൾ രാഘവൻ മാസ്റ്റർ ഒരുക്കിയ വരികളാണ് എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. മലയാളി ഇന്ന് കേൾക്കുന്ന ഗാനങ്ങളുടെ സൈക്കഡലിക് അനുഭൂതിയിൽ സ്വയം മറക്കുമ്പോൾ പരസ്പരം ചോദിക്കാം, എങ്ങനെ നാം മറക്കും? കേരളീയമായ ലാളിത്യത്തോടെ